വെൽക്കം ടു ആർട്സ് ഓണിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ദിവസം എനിക്ക് കുറച്ച് മോർഫീസിൻ്റെ ബോട്ടിൽ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് വെച്ചിട്ട് എന്ത് ചെയ്യുമെന്ന് ഞാനിങ്ങനെ ആലോചിച്ച് നിൽക്കുമ്പോഴാണ് നമ്മുടെ പർഗോളയുടെ കാര്യം എനിക്ക് ഓർമ്മ വന്നത്. അപ്പോൾ ഇവരിങ്ങനെ കാലിയായി നിൽക്കുന്നത് കാണാനൊരു ഭംഗിയില്ല അല്ലേ? ഇതിനുവേണ്ടി നമുക്ക് കുറച്ച് സിമ്പിളായിട്ടുള്ള ബോട്ടിലായിട്ട് ചെയ്തെടുക്കാം. 4 ബോട്ടിൽ അടപ്പൊക്കെ കളഞ്ഞ് ഞാൻ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. അക്രലിക് ബ്ലാക്ക് കളർ എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് സ്പോഞ്ച് ഉപയോഗിച്ച് ബോട്ടിൽ കംപ്ലീറ്റ് ആയിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. കൂടാതെ അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുക. അതിൽ ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുമെങ്കിൽ ഞാൻ ഇനി ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുള്ളൂ. അപ്പോൾ ഞാനിതാ ഒരു ബോട്ടിൽ കംപ്ലീറ്റ് ആയിട്ട് ബ്ലാക്ക് കളർ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നന്നായി ഉണക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ നമുക്ക് ബാക്കിയുള്ള 3 ബോട്ടിലും കൂടി ചെയ്തെടുക്കാം. 4 ബോട്ടിലും ഞാനിതാ ഫുള്ളായിട്ട് ബ്ലാക്ക് കളർ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഈ 4 ബോട്ടിൽ ഒരാൾ ഞാൻ എടുത്തിട്ടുണ്ട്. ബോട്ടിലിൻ്റെ അകത്തിലേക്ക് വേണ്ടിയിട്ട് ഞാൻ 2 കളേഴ്സാണ് എടുത്തത്, ക്രിംസൺ റെഡ് പിന്നെ ഓറഞ്ച്. അപ്പോൾ ഇതാണ് നമ്മുടെ മെയിൻ മെറ്റീരിയൽ വരുന്നത്. അപ്പോൾ പ്ലാസ്റ്റിക് കവർ ഉപയോഗിച്ചിട്ടാണ് ഞാൻ ഇനി ബോട്ടിൽ ആർട്ട് ചെയ്യുന്നത്. അപ്പോൾ നോർമൽ നമ്മൾ കടയിൽ നിന്നൊക്കെ സാധനം വാങ്ങിക്കുമ്പോൾ കിട്ടുന്ന നോർമൽ കവറാണിത്. അപ്പോൾ ഇന്നത്തെ ഈ വർക്കിൽ ഞാൻ ബ്രഷ് ഉപയോഗിക്കുന്നതേ ഇല്ല കേട്ടോ. അപ്പോൾ ഈ കവർ ഞാൻ നന്നായി ചുരുട്ടി എടുത്തിട്ടുണ്ട്. അപ്പോൾ ചുരുട്ടിയ ഭാഗത്ത് റെഡ് കളറൊന്ന് ടച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഞാനിത് ചെറുതായിട്ട് ബോട്ടിലൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുവാണേ. അപ്പോൾ ബോട്ടിലിൻ്റെ എല്ലാ ഭാഗത്തും അവിടെ ഇവിടെയായിട്ട് ഞാൻ ഇതൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഓറഞ്ച് കളർ വെച്ചിട്ട് സെയിം രീതിയിൽ തന്നെ ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കളേഴ്സ് ചേഞ്ച് ചെയ്യും തോറും നിങ്ങൾ കവർ മാറ്റണം കേട്ടോ. ഇല്ലെങ്കിൽ എല്ലാം കൂടി മിക്സായിട്ട് നമുക്ക് ആക്ച്വൽ കളർ കിട്ടില്ല. അപ്പോൾ ഫസ്റ്റ് ബോട്ടിൽ കംപ്ലീറ്റായി. നമുക്കിപ്പോൾ ഒരു മാർബിൾ ലുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാനിത് അടുത്ത ബോട്ടിൽ എടുത്തിട്ടുണ്ട്. സെയിം രീതിയിൽ തന്നെയാണ് ചെയ്യുന്നത്, പക്ഷേ കളർ ചേഞ്ച് വെച്ചിട്ടാണ് ചെയ്യുന്നത്. സെറുലൈൻ ബ്ലൂ, പ്രഷ്യൻ ബ്ലൂ, ഈ 2 കളേഴ്സാണ് ഞാൻ എടുത്തിട്ടുള്ളത്. സെയിം രീതിയിൽ തന്നെ പ്ലാസ്റ്റിക് കവർ ഉപയോഗിച്ചിട്ട് തന്നെയാണ് ചെയ്യുന്നത്. ആദ്യം ഡാർക്ക് ബ്ലൂ വെച്ചിട്ടാണ് ചെയ്യുന്നത്. അതിനുശേഷം ലൈറ്റ് ബ്ലൂ വെച്ചിട്ട് ടച്ച് ചെയ്ത് കൊടുക്കുവാണ്. ചെയ്ത് വന്നപ്പോൾ ഇത് കുറച്ച് ഡാർക്കായ പോലെ എനിക്ക് തോന്നിയിട്ടുണ്ടായി. അപ്പോൾ ഞാനിത് വൈറ്റ് വെച്ചിട്ട് ചെറിയ രീതിയിലൊന്ന് ടച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് നമ്മുടെ 2ാമത്തെ ബോട്ടിലും ഇത് ഫിനിഷ് ആയിട്ടുണ്ട്. അടുത്ത ബോട്ടിൽ ഞാൻ ഗ്രീൻ വെച്ചിട്ടാണ് കേട്ടോ ചെയ്യുന്നത്. സാപ്പ് ഗ്രീൻ പിന്നെ ലൈറ്റ് ഗ്രീൻ, ഈ 2 കളേഴ്സ് ഉപയോഗിച്ചിട്ടാണ് ചെയ്യുന്നത്. ലാസ്റ്റ് ലെമൺ യെല്ലോ ഉപയോഗിച്ച് ഇതിന് ഞാൻ ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മുടെ 3rd ബോട്ടിലും കംപ്ലീറ്റ് ആയി. ലാസ്റ്റ് ബോട്ടിൽ ഞാൻ ഡീപ്പ് ബ്രിൽ കളറും ലൈറ്റ് വയലറ്റ് കളറും വെച്ചിട്ടാണ് ചെയ്യുന്നത്. സെയിം രീതിയിൽ തന്നെ നമുക്ക് ഇതുപോലെ ചെയ്തെടുക്കാം. വയലറ്റും വൈറ്റും മിക്സ് ചെയ്തിട്ട് ലാസ്റ്റ് ഞാനൊന്ന് ടച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ 4 ബോട്ടിലും ഫിനിഷ് ആയിട്ടുണ്ട്. നമുക്ക് എപ്പോഴും ചെയ്യുന്ന പോലെ ബോട്ടിലിൻ്റെ മുകൾ ഭാഗത്ത് ത്രെഡ് ചുറ്റി കൊടുക്കാം. അപ്പോൾ ത്രെഡ് ചുറ്റിയിട്ട് ഞാൻ ബോട്ടിലിൻ്റെ എല്ലാത്തിൻ്റെയും ലൈറ്റ് കളറാണ് ത്രെഡിന് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അത് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. ഗ്രീനിൽ ഞാൻ ലൈറ്റ് ഗ്രീനാണ് കൊടുത്തിട്ടുള്ളത്. ബ്ലൂ സെർലൈൻ ബ്ലൂ കൊടുത്തിട്ടുണ്ട്. റെഡ് കളർ അപ്ലൈ ചെയ്തതിന് ഞാൻ ഓറഞ്ച് കളർ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ലാസ്റ്റ് ബോട്ടിലിൽ ഞാൻ വയലറ്റ് കളറാണ് ത്രെഡിന് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുള്ളത്. അങ്ങനെ നമ്മളെ ബോട്ടിലായിട്ട് ഇതാ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇതിലേത് കളറാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതെന്ന് എനിക്കൊന്ന് കമൻറ്റ് ചെയ്ത് അറിയിക്കണേ.
അപ്പോൾ ബോട്ടിൽ ഞാൻ വാർണിഷ് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഗ്ലോ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. അപ്പോൾ ഞാൻ ഉപയോഗിക്കുന്ന വാർണിഷിൻ്റെ ഡീറ്റെയിൽ വീഡിയോ ഞാൻ അടുത്ത് തന്നെ ഇടുന്നുണ്ട്. പരകോളക്ക് മാത്രമല്ല കേട്ടോ, വിൻഡോ സൈഡ് വെച്ചപ്പോഴും സംഭവം പൊളിയായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.